മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ എന്നാണ് മുസ്ലിങ്ങൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്നാൽ അന്ധവിശ്വാസികൾ എന്നാണ് ഞാൻ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എന്നാണ് അർത്ഥം. ആമന വിശ്വസിക്കുക, മുഅ്മിനൂൻ വിശ്വസിച്ചവർ. എന്ത് വിശ്വസിച്ചവർ? കണ്ണും പൂട്ടി ഒരു കള്ളക്കഥയിൽ, ഒരു പൊട്ടക്കഥയിൽ വിശ്വസിച്ചവരെയാണ് ഇവിടെ സത്യവിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. മുഅ്മിനൂൻ എന്നതിന് അവർ നൽകുന്ന അർത്ഥം അതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് സത്യവിശ്വാസമല്ല, ഇത് അസത്യവിശ്വാസമാണ്, അന്ധവിശ്വാസമാണ് എന്ന് എനിക്ക് തീർച്ചയായത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നുള്ളതിന് മൂപ്പരർത്ഥം വെച്ചതാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു ഈ അന്ധവിശ്വാസി അർത്ഥം വെച്ചത് മൂപ്പരും കൂടി പെടാൻ വേണ്ടിയായിരിക്കും. കാരണം ഈ നിരീശ്വരവാദികളാണ് ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ. അതെല്ലാവർക്കും ചിന്തിച്ചാൽ അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കാണുന്ന ഈ മൗസ് ഇതിവിടെ സ്വന്തമായിട്ടുണ്ടായതാന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ നമ്മൾ ഒന്നെങ്കിൽ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അയാൾ പൊട്ടനാണ് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ അയാളെക്കുറിച്ച് അന്ധവിശ്വാസിയാണെന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ മൂന്നാമത് പറഞ്ഞ അന്ധവിശ്വാസത്തിൽപ്പെട്ടവരാണ്. ഇക്കാണുന്ന ഈ പ്രപഞ്ചം മുഴുവനും ഒരു ക്രിയേറ്റർ ഉണ്ടാകും എന്നുള്ളതിന് ബുദ്ധി സമ്മതിക്കുന്നു, ഇവിടുത്തെ ശാസ്ത്രം സമ്മതിക്കുന്നു, ഇവിടുത്തെ എല്ലാ അടിസ്ഥാന തത്വങ്ങളും അത് സമ്മതിക്കുന്നു. പക്ഷെ ഇവർ അങ്ങനെയൊന്നുമില്ല, അത് വെറുതെ ഉണ്ടായതാണ്, അത് പ്രകൃതി അങ്ങനെ തന്നെ. അപ്പോൾ പിന്നെ ഏതൊരു വസ്തുവിനും അതിന് ക്രിയേറ്റർ വേണം എന്ന് ഇവിടുത്തെ ശാസ്ത്രീയ സത്യങ്ങളോ അതൊന്നും ഇവർ അംഗീകരിക്കില്ല. ഇവർക്ക് അന്ധമായ വിശ്വാസങ്ങളാണ്. ഒരു ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾക്കറിയാം ഇയാളൊരു മാഷാന്നൊക്കെയാണ് കേട്ടോ. അള്ളാഹു അയാൾ എന്ത് മാഷാണെന്നുള്ളത്. Every object in a state of rest or moving in a straight line in a constitutional velocity will not change position until an external force applied on it. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. ഏതൊരു വസ്തു ചലിക്കുകയാണെങ്കിലും പുറത്തു നിന്നുള്ള ഒരു ഇടപെടലില്ലാതെ ഒരു വസ്തുവിനെയും അതിൻ്റെ ചലനത്തിനോ അതിനെ നിശ്ചലമാക്കാനോ കഴിയില്ല. ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങൾ പഠിച്ചത് വെറുതെ. ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണിത്. ഒന്നാം ചലന നിയമം എന്താണ്? ഏതൊരു വസ്തുവിൻ്റെ ബലം പ്രയോഗിക്കും അതിൻ്റെ എതിർദിശയിൽ മറ്റൊരു ബലം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. എവരി ആക്ഷൻ ദർ ഈസ് എ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ. രണ്ടാം ചലന നിയമം ഏതൊരു ബലത്തിനെയും അതിൻ്റെ ആക്കം അറിയാൻ കഴിയുന്നതാണ്. ഏതൊരു ബലത്തിനെ നമ്മൾ മറ്റൊരു ഇടപെടൽ കൊണ്ട് ആ ബലത്തിനെ തിരിക്കുന്ന സമയത്ത് ആ ബലത്തിൽ ഉപയോഗിച്ച ആക്കത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മൂന്നാം ചലന നിയമമാണ് ഞാൻ ഈ പറഞ്ഞത്. പുറത്തു നിന്നുള്ള ഒരു ഇടപെടലിൻ്റെ ശക്തിയില്ലാതെ ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ കഴിയുകയില്ല. ഇതൊരു ശാസ്ത്രീയ സത്യമാണ്. ഈ ശാസ്ത്രീയമായ സത്യത്തിനെ അന്ധമായി നിരാകരിക്കുകയും ഇതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന ഇവരെങ്ങനെ സത്യവിശ്വാസികളാകുക? ഇവർ അന്ധവിശ്വാസികളല്ലേ? അതേസമയത്ത് ഇതിൻ്റെയൊക്കെ പിന്നിൽ, ഈ കാണുന്ന യൂണിവേഴ്സിൻ്റെ പിന്നിൽ ഈ പ്രപഞ്ചത്തിലൊന്നും പെടാത്ത ഒരു ശക്തി വേണം, എന്നാലേ ഈ പ്രപഞ്ചം ചലിക്കുകയുള്ളൂ എന്ന് പറയുന്ന ശാസ്ത്രീയ സത്യത്തിലേക്ക് ബുദ്ധിയുള്ളവരെത്തിച്ചേരും. ഒരു കാറിൻ്റെ ഉള്ളിലിരുന്ന് എത്ര തള്ളിയാലും കാറ് നീങ്ങൂല. കാറിൽ പെടാത്തൊരു വസ്തു അല്ലെങ്കിൽ കാറിൻ്റെ പുറത്ത് നിന്നിട്ട് തള്ളിയാൽ മാത്രമേ കാറ് നീങ്ങുള്ളൂ എന്നുള്ളത് ബുദ്ധിപരമായൊരു സത്യമാണ്. അപ്പോൾ ഇയാളാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസി എന്നുള്ളത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. ഇനി ബാക്കി മൂപ്പര് പറയും. ഭക്തിപൂർവം വിനയപൂർവം നിസ്കരിക്കുക എന്നതാണ്. നബിയോ അല്ലെങ്കിൽ നബിയോടൊപ്പമുള്ളവരോ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ വേണ്ടത്ര ഒരു മാനസിക ശ്രദ്ധ കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിക്കൊണ്ടും വർത്താനം പറഞ്ഞുകൊണ്ടും മറ്റു പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടും ഒക്കെ നിസ്കരിച്ച സമയത്ത് അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. നിസ്കരിക്കുമ്പോൾ മനസ്സ് പൂർണ്ണമായും
ദൈവത്തിൽ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. അപ്പോൾ മൂപ്പര് ഈ പറഞ്ഞതിലിപ്പോൾ മൂപ്പരെ തലക്ക് കൊട്ട് കിട്ടിയ ആയത്ത് ഇപ്പോൾ എവിടെ നല്ലത് മനസ്സിലായില്ല. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നിസ്കാരത്തിൽ പൂർണ്ണമായ ഭയഭക്തിയോടെ നിസ്കരിക്കുന്നവരാണ്, അവർ ഭയഭക്തിയുള്ളവരാണ്. അതിനിപ്പോൾ താങ്കൾക്ക് എന്താ പ്രശ്നം? ഇസ്ലാമിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സാഹചര്യം സന്ദർഭത്തിനനുസരിച്ചാണ് വന്നിട്ടുള്ളത്. അത് മുസ്ലിമുകളെ ബന്ധപ്പെടിക്കുന്ന വിഷയങ്ങളാണ്. താങ്കളെ രോഷം കൊണ്ടുണ്ട്, താങ്കൾ അതിൽ നിന്ന് ആട്ടിയതാണ്. താങ്കളെ മുസ്ലിമീങ്ങൾ പിന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ വചനങ്ങൾ താങ്കളെ ആട്ടിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈമാൻ, കാരണം അത് മുത്തഖീങ്ങൾക്കേ ഫലം ചെയ്യുള്ളൂ എന്ന് ഖുർആൻ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ ഇതിലൊന്നും താങ്കൾക്ക് രോഷം കൊള്ളേണ്ട വിഷയം എന്താണ് എന്നാണ് തിരിയേണ്ടത്. ബാക്കി പറയും. അതെ, ഭക്തിപൂർവ്വം നിസ്കരിക്കണം എന്ന് ആണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ സബബുൻ നുസൂലായിട്ട് വാഹിദി തഫ്സീറിൽ പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ അടുത്ത കാലത്ത് വാട്സപ്പിലും മറ്റും ചില വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. അത് സത്യമാണോ എന്നറിയില്ല. ഒരു പള്ളിയിൽ ഒരു ഇമാമ് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ സുജൂദ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച് മലർന്ന് വീഴുന്നു. അപ്പോൾ കൂടെ നിന്ന് നിസ്കരിക്കുന്നവർ ആ മരിച്ചു വീഴുന്ന മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ അവരുടെ നിസ്കാരം തുടരുന്നതും നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം അയാളെ പോയി എടുക്കുന്നതും അപ്പോഴേക്ക് അയാൾ മരിച്ചു കിടക്കുന്നതും ആയിട്ടുള്ള ഒരു രംഗം വീഡിയോ തന്നെ ഈ വാട്സപ്പിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വിശ്വാസികൾ അത് പ്രചരിപ്പിക്കുന്നത് അത്രയും ശ്രദ്ധ വേണം നിസ്കാരത്തിൽ. ഒരാൾ കൂടെ ഉള്ള ഒരു സുജൂദിൽ. അപ്പോൾ ഇയാൾ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ ശരിയാണെന്ന് അറിയില്ല, അങ്ങനെ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ശരിയാണോ എന്നും അറിയാത്തൊരു വീഡിയോ വെച്ചിട്ട് മുസ്ലിമീങ്ങളെ നേരെ പ്രധാന ഉദ്ദേശം ഇസ്ലാമിക വിരോധമാണല്ലോ. വിഷയങ്ങൾ മനസ്സിലാക്കുകയോ പഠിക്കുകയോ എന്നല്ല, ഇസ്ലാമിക വിരോധം. അപ്പോൾ അതിൻ്റെ പേരിൽ എവിടുന്നോ എങ്ങാണ്ടെന്നോ കിട്ടിയൊരു വീഡിയോയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ മുസ്ലിമീങ്ങളുടെ ഈ ഒരു മറ്റുള്ള ആളുകളെ ശ്രദ്ധിക്കരുതെന്നാണ് പറഞ്ഞു തരുന്നത്. ഒരാൾ മരിച്ചു വീണാൽ പോലും അദ്ദേഹത്തെ ശ്രദ്ധിക്കരുത് എന്നാണ് മുസ്ലിമീങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത് എന്ന്. നമുക്കില്ലാത്ത വിശ്വാസം, നമ്മളുടെ ചെറിയ മക്കൾക്ക് വരെ അറിയുന്ന കാര്യങ്ങളെ ഇയാൾക്ക് പോലും അറിയില്ല. എന്നിട്ട് ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ മുസ്ലിമീങ്ങളെ അവർ വെച്ച് കിട്ടും. ബാക്കി പറയും. മരിച്ചു വീണാൽ പോലും അയാളെ തിരിഞ്ഞു നോക്കാനോ അയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനോ ഒന്നും നിൽക്കരുത്, ആ നിസ്കാരത്തിൽ തന്നെ നമ്മൾ മുഴുകണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടോ? ഒരാൾ മരിച്ചു വീണാൽ അയാൾ വീണോട്ടെ, നമ്മൾ നിസ്കരിക്കുക എന്ന് പറയുന്ന ഒരു ആശയം മുസ്ലിമീങ്ങൾക്കുണ്ടോ? ഇത്രയും പ്രായമായിട്ട് വയസ്സ് നരച്ചു മൂത്ത് അങ്ങ് പിന്നെ പോകാൻ സമയമായില്ലേ, എന്നിട്ടും ഇയാളുടെ ഉള്ളിൽ രോഷം ആളിക്കത്തിയതിൻ്റെ പേരിൽ അടിസ്ഥാനരഹിതമായ ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും അറിയാതെ സംസാരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇയാൾ മുസ്ലിം അല്ല. ഇയാൾ മുസ്ലിം ആണെങ്കിൽ ഇയാൾ നിസ്കരിക്കുന്ന ഒരാളെത്തുന്ന ഒരാൾ വീണ് കഴിഞ്ഞാൽ കൂടെയുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലും അറിയാതെയാണല്ലോ സംസാരിക്കുന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്രം, ഹദീസും ഖുർആനൊക്കെ പഠിച്ച് ആ വിഷയങ്ങളെ, നിസ്കാരത്തിൻ്റെ മര്യാദകളൊക്കെ നമ്മളെ പഠിപ്പിച്ച അഇമ്മത്ത് ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത്? സർവ്വ ഫുഖഹായിൻ്റെ ഈ ഗ്രന്ഥങ്ങൾ എടുത്ത് മറിച്ച് ഫത്തുൽ മൊയ്ൻ മുതൽ തുഫ മുതൽ എല്ലാ ഗ്രന്ഥങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചു. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വിഷയം. ഇയാൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള തെറ്റായ കാര്യങ്ങളാണോ ഞാനിവിടെ കൊണ്ടുവരുന്നത്? എൻ്റെ കയ്യിൽ കിട്ടിയ ഇബാറത്ത് ഇമാം ജാവി തങ്ങളുടെ അൽ ഇഖ്നാഇൻ്റെ ഇബാറത്താണ്. കശാഫിൻ്റെ ഷറഹോടുകൂടെ അൽ ഇഖ്നാഇനെ അവിടെ കൊണ്ടുവരാം. ബാക്കിയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കി, അതിൽ കാണാം എന്താണ് വിഷയം. വയജിബു റദ്ദു കാഫിരീൻ, ഒരു കാഫിറിനെ തടയൽ നിർബന്ധമാണ്. മാസൂമായ കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങൾക്ക് സംരക്ഷിക്കപ്പെടേണ്ട കാഫിർ. ബിദിമ്മത്തിൻ ഔ ഹദിനത്തിൻ ഔ അമാനിൻ,
അവൻ്റെ അടുക്കൽ നിർഭയത്വം തേടി വന്ന, അഭയം തേടി വന്ന, അവൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള സംരക്ഷണത്തിലുള്ള ഒരു അമുസ്ലിമായ മനുഷ്യനാണെങ്കിൽ പോലും അദ്ദേഹത്തെ തടയൽ നിർബന്ധമാണ്. അൻ ബിഇരിൻ വനഹ്വിഹി, കിണർ പോലോത്ത, കുളം പോലോത്ത ഏതെങ്കിലും അപകടം പിടിച്ച സ്ഥലങ്ങളെ തൊട്ട്. കഹയ്യത്തിൻ തഖ്സിദു, അവനെ കരുതിയ ഒരു പാമ്പ് ഉദാഹരണം പറഞ്ഞാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവി അവനെ കൊത്താൻ വേണ്ടി, അവനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ തടയണം. കറദ്യ മുസ്ലിമിന്, ഒരു മുസ്ലിമിനെ തടയുന്നത് പോലെ ദാലിക്ക്, അതിനെ തൊട്ട് ബിജാമയിൽ ഇസ്മത്തി, കാരണം അവിടെ സംരക്ഷണം എല്ലാവർക്കും ഉറപ്പുവരുത്തണം. അപ്പോൾ ഒരു മുസ്ലിമിന് കൊടുക്കേണ്ട അതേ പരിഗണന തന്നെ മറ്റുള്ള സഹോദരന്മാരോടും കാണിക്കണം. വയജിബു ഇൻഖാദ ഗരീഖിൻ വനഹ്വിഹി, ഒരു വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താം. ഹരീഖിൻ, അല്ലെങ്കിൽ ഒരു തീയിൽപ്പെട്ട എന്തെങ്കിലും രൂപത്തിൽ തീജ്വാലുണ്ടായി അതിൽപ്പെട്ട് അകപ്പെട്ട് കിടക്കുന്ന ഒരാളെ, തീപിടുത്തുണ്ടായി അതിൽ കുടുങ്ങി കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്തണം. ഫയഖ്തഉ സ്വലാത്ത ലിദാലിക, നിസ്കാരത്തിന് അതിനു വേണ്ടി നിസ്കാരത്തിനെ മുറിക്കുക തന്നെ വേണം. ഫർളൻ കാനത്ത് ഔ നഫ്ലൻ, സുന്നത്താവട്ടെ ഫർളാവട്ടെ നിസ്കാരത്തിനെ മുറിക്കണം. വലാഹിറുഹു, എൻ്റെ ലാഹിർ എന്താണ്? വലൗ ലാഖ വഖ്തുഹാ, അവൻ്റെ സമയം എത്ര ഇല്ലെങ്കിലും നിസ്കാരം ഖളാ ആയി പോകും, എന്നാലും പോലും നിസ്കാരത്തിന് അവൻ മുറിക്കണം. ലിഅന്നഹു യുംകിനു തദാറകുഹാ ബിൽ ഖളാഇ, കാരണം അവന് വീണ്ടെടുക്കാൻ കഴിയും അതിനെ ഖളാ കൊണ്ട്. ബിഖിലാഫിൽ ഗരീഖി വനഹ്വിഹി, ഒരാളെ ജീവിതം അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് അപകടത്തിൽപ്പെട്ട ഒരാളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരെ രക്ഷപ്പെടുത്തണം, നിസ്കാരത്തിന് നിങ്ങൾ മുറിക്കണം, എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഫഇൻ അബാ, ഇനി അടുത്ത് ശ്രദ്ധിച്ചോ, ഫഇൻ അബാ ഖതഅഹാ, ഇനി ഒരാൾ നിസ്കാരത്തിനെ മുറിക്കാൻ വിലങ്ങിയാൽ, ഒരാളിപ്പോൾ നിസ്കാരത്തിന് എന്ന് ഞാനെങ്ങനെ നിസ്കാരത്ത് നിന്ന് ഇങ്ങനെയൊക്കെ പോവുക എന്ന് കരുതി ഇയാൾ ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, അയ്യസ്സലാത്ത് നിസ്കാരത്തിന് ലിൻഖാദിൽ ഗരീഖി വനഹ്വിഹി, ഒരു മുങ്ങി മരിക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്തുന്നതിനെ തൊട്ടോ മറ്റുള്ള കാര്യങ്ങളെ തൊട്ടോ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ അവൻ നിസ്കാരത്തിൽ അങ്ങ് തുറന്നുപോയാൽ അസിമാ, അവനിക്കതിൻ്റെ ശിക്ഷ ലഭിക്കുന്നതാണ്. ഒരാളെ രക്ഷപ്പെടുത്തില്ല എന്നുള്ള കുറ്റം കിട്ടും. ഇതുവരെ മതത്തിൽ മുസ്ലിമീങ്ങൾ, ഉലമാക്കൾ മുഴുവനും, അയിമ്മത്ത് മുഴുവനും പഠിപ്പിച്ച കാര്യമാണ്. എന്നാലോ സഹദു സലാത്തു, നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതില്ല, നിസ്കാരം സഹിയാകും. കസ്വലാത്തിൻ ഫി ഇമാമത്തെ ഹരീരിന്, ഒരാൾ പട്ട് ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. ഒരു പിടിച്ചെടുത്ത വെള്ളത്തിൽ നിസ്കരിച്ചാൽ നിസ്കാരം ചെയ്യാം, പക്ഷെ പിടിച്ചെടുത്തതിൻ്റെ കുറ്റം കിട്ടും. ഇതുപോലെ നിസ്കാരം ഓക്കെ ആയിട്ടുണ്ട്, പക്ഷേ അവൻ ആ ചെയ്ത പ്രവർത്തനം തെറ്റായതുകൊണ്ട് അവന് അതിന് ശിക്ഷ കിട്ടുന്നതാണ്. കാരണം ഉത്തരവാദിത്തം നിർവഹിക്കണം, ഒരാളെ ജീവന് വലിയ വിലയുണ്ട്. ഇത് ഫുഖഹാകൾ, സർവ്വ പണ്ഡിതന്മാരും മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും പറഞ്ഞ വിഷയമാണ്. ഇതെല്ലാവർക്കും, മുസ്ലിമീങ്ങളുടെ എല്ലാ ചെറിയ മക്കൾക്ക് വരെ അറിയുന്ന കാര്യമാണ്. ഇതുവരെ അറിയാതെ ഇത്രയും വയസ്സ് ആയി നരച്ച് മൂത്തിട്ട് പോലും ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും അറിയാത്ത ഇയാളാണ് ഇപ്പം മുസ്ലിമീങ്ങളുടെ വിഷയങ്ങളെ വിമർശിക്കാനും മുസ്ലിമീങ്ങളെ മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ താറടിക്കാനും വരുന്നത്. അപ്പോൾ ഇയാളെ നിലവാരം മനസ്സിലാക്കുക. ഇസ്ലാം എല്ലാ ജീവജാലങ്ങൾക്കും വലിയ മഹത്വം നൽകുന്നുണ്ട്, മനുഷ്യൻ്റെ മൂല്യങ്ങൾക്ക് മഹത്വം നൽകുന്നുണ്ട്. നിരീശ്വരവാദികൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇവിടെ അവിടെ അപകടങ്ങൾ നടന്ന സ്ഥലം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അവിടെയൊക്കെ വിശ്വാസികളാണ്. വയനാട്ടിലാണെങ്കിലും വേറെന്തോ സ്ഥലത്താണെങ്കിലും മുങ്ങാനും പിടിക്കാനും എടുക്കാനും കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും വെള്ളത്തിച്ചു കൊടുക്കാനൊക്കെ വിശ്വാസികളാണ് മുമ്പന്തിയിൽ. അതൊക്കെ മുസ്ലിമീങ്ങൾക്ക് വലിയ പവർ, വലിയ 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 സ്ഥാനം ഇസ്ലാം നൽകുന്നുണ്ട്. മറ്റുള്ള വിശ്വാസികളുണ്ട്, മറ്റുള്ള പ്രവർത്തകന്മാരുണ്ട്. പക്ഷെ നിരീശ്വരവാദികൾ ആ വഴിക്ക് കണ്ടില്ലല്ലോ. ഒരൊറ്റ റിബറൽവാദിനെ ആ വിഷയത്തെ കണ്ടില്ലല്ലോ. ഒരൊറ്റ ഭൗതികവാദി ആ വഴിക്ക് കണ്ടില്ലല്ലോ. ഒരു 5 പൈസ കൊടുത്ത് നമ്മളാരും കണ്ടില്ലല്ലോ. ഇവർ പൈസ കൊടുക്കുകയില്ല, ഇവർ സഹായിക്കുകയില്ല, ഇവർ അത്തരം കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുകയില്ല. ഇവരൊരു സൈസ് മനുഷ്യനെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടക്കി ഇത്തരം ഇല്ലാത്ത വാദഗതികളും കളവും കുറ്റം പറച്ചിലുകളുമായിട്ട് വെറും എതിർപ്പുകളും വിമർശനങ്ങളും നടക്കുന്നൊരു വിഭാഗം, മലിനമായ മനസ്സുമായി നടക്കുന്ന വിഭാഗം. എന്നിട്ട് ഇവരാണ് ഈ വിശ്വാസികളെ. ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത്, എത്ര വ്യക്തമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ രക്ഷപ്പെടുത്തണം, കുടുങ്ങിയ ആളുകളെ സലാമത്താക്കണം, ശരീരങ്ങൾക്ക് വലിയ വിലയുണ്ടെന്ന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാണ് ആ വിഷയത്തിൽ വാചാലനായത്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമിയാ
വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമിയാ. ആരെങ്കിലും ഒരു ശരീഅത്തിനെ ആക്രമിച്ചാൽ, അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയാൽ, ആക്രമിച്ചാൽ, ഫകഅന്നമാ ഖതലന്നാസ ജമിയാ, അവനെല്ലാ വസ്തുക്കളെയും ആക്രമിച്ച പോലെയാണ്, അവനെല്ലാ വസ്തുക്കളെയും കൊന്നവനെ പോലെയാണ്. വമൻ അഹ്യാഹാ, ആരെങ്കിലും വല്ല ശരീഅത്തിനെയും രക്ഷപ്പെടുത്തിയാൽ, വല്ല ശരീഅത്തിനെയും ജീവൻ നൽകിയാൽ, ഫകഅന്നമാ അഹ്യന്നാസ ജമിയാ, അവനെല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നൽകിയതുപോലെയാണ്, അവനെല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിച്ചതുപോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സുന്ദരമായ വചനം. എത്ര സുന്ദരമാണ് ഖുർആൻ ഈ പറഞ്ഞത്. ഹബീബായ മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു, ലാ ലററ വലാ ലിറാറ ഫിൽ ഇസ്ലാം. ഇസ്ലാം, മുസ്ലിമീങ്ങൾ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാക്കരുത്, എല്ലാവർക്കും വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് സദഖ മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി എത്ര സംഭവങ്ങളുണ്ട്. ഹബീബായ മുത്തനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്, അൽ ഈമാനു ബിളുഉം വസബൂന ശുഅബ, അൽ ഈമാനു ബിളുഉം വസബൂന ശുഅബ ഔ ബിളുഉം വസിത്തൂന ശുഅബ ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത്ത്വരീഖ് സദഖ റസൂലുള്ളാഹി. ഹബീബായ മുത്തനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, വിശ്വാസമെന്ന് പറയുന്നത് 70 ചില്ലാനം ശാഖകളുണ്ട്, 70 ചില്ലാനം ശാഖകളുണ്ട്. അഅലാഹാ, അതിൽ വെച്ച് ഏറ്റവും അഅലയായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമയാകുന്നു, എന്നുള്ള വിശ്വാസമാകുന്നതനുസരിച്ചുള്ള പ്രവർത്തനമാകുന്നു. വഅദ്നാഹാ, അതിൽ വെച്ച് ഏറ്റവും താഴ്ന്ന കടയിലുള്ളത് ഇമാതത്തുൽ അദാ അനിത്ത്വരീഖ്, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യലാണ്, വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകളെ തടയലാണ്. വഴിയിൽ നിന്ന് മാലിന്യങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തടയണമെന്നുള്ള ചിന്ത, ആ ചിന്തയാകുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഒരു ഈമാനിന്റെ ഏറ്റവും ചെറിയ അടയാളമെന്ന് സദഖ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത്രയും അധികം വിശ്വാസ കാര്യങ്ങളെ പഠിപ്പിക്കുന്ന, ഇത്രയും അധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിനെയാണ് ഇയാൾ കരിവാരിത്തേക്കുന്നത്. ഇനി നിങ്ങൾ നോക്ക്, ഹബീബായ മുത്തനബി തങ്ങൾ പറയുകയാണ്, അന്ന റസൂൽ, അവിടുന്ന് പറയുകയാണ്, ബൈനമാ റജുലുൻ യംശി ബിത്വരീഖിൻ ഇസ്തദ്ദ അലൈഹിൽ അതശ്, ഒരു ചെറുപ്പക്കാരൻ ഒരു വഴിയിൽ നടന്നു പോവുകയാണ്. ഫവജദ ബിഅ്റൻ ഫനസല ഫീഹാ ഫശരിബ, വഴിയരികിൽ കണ്ട കിണറ്റിൽ അതിന്ന് അദ്ദേഹം വെള്ളം കുടിച്ചു. വല്ലാത്ത ദാഹമുള്ള ചെറുപ്പക്കാരനാണ്, അങ്ങനെ വെള്ളം കുടിച്ചു. സുമ്മ ഖറജ, പിന്നെ അദ്ദേഹം പുറപ്പെടുത്തു. ഫൈദൻ കൽബുൻ യൽഹസ് യഅകുലു സറാമിൻ ലതുഷി, ആ സമയത്താണ് ഒരു നായ വിശപ്പിന്റെയും ദാഹത്തിന്റെയും കാഠിന്യത്തിനാൽ അതിങ്ങനെ മണ്ണ് നക്കിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ നാവ് ഇങ്ങനെ നെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫഖാല റജുലു, അപ്പൊ ഈ മനുഷ്യൻ പറയുകയാണ്, ലഖദ് ബലഗ ഹാദൽ കൽബു മിനൽ ലതുഷി മിസ്ലല്ലദീ കാന ഖദ് ബലഗ മിന്നി, തീർച്ചയായും ഈ നായ ഞാൻ അനുഭവിച്ചതുപോലത്തെ ഒരു വിശപ്പും ദാഹവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഫനസലൽ ബിഅറ ഫമലഅ ഖുഫഹു മാഅൻ സുമ്മ അംസകഹു ബിഫീഹി, അദ്ദേഹം കിണറ്റിലേക്ക് ഇറങ്ങി തൻ്റെ ഷോക്സ് ഊരിക്കൊണ്ട് അതിൽ നിന്നും വെള്ളം നിറച്ചെടുത്ത് അത് വായിൽ കടിച്ചു പിടിച്ചു, മുകളിലേക്ക് കയറി വന്നു. ഹത്താ റഖിയ ഫസഖൽ കൽബാ, ആ നായ അദ്ദേഹം കുടിപ്പിക്കുകയാണ്. ആ സമയത്ത് ഫശക്കറല്ലാഹു ലഹു ഫഗഫറ ലഹു സദഖ മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ മുത്തനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹു തആല മനുഷ്യന്റെ പാപം പുറത്തു കൊടുക്കുകയാണ്. ഈ സംഭവം ഹബീബായ മുത്തനബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുമ്പോൾ ഖാലൂ, സ്വഹാബത്തിന്റെ ചോദ്യമാണ്, യാ റസൂലല്ലാഹ്, ഓ ഹബീബായ മുത്തനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലനാ ഫിൽ ബഹായിമി അജ്റാ
ഓ ഹബീബായ നബിയേ തങ്ങളെ, ഞങ്ങൾക്ക് ഈ നാൽക്കാലികളിൽ പ്രതിഫലമുണ്ടോ നബിയേ? ഈ നാൽക്കാലികളിൽ വരെ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ? ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്. ഒരു നായക്ക് വെള്ളം കൊടുത്തു. ചില ആൾക്കാർ നായനെ ആരോ ഒരാൾ എന്തോ ചെയ്തതിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളെ വല്ലാതെ ആക്ഷേപിച്ചു. അത് മുസ്ലിം ആയതിൻ്റെ പേരിൽ ഇവർക്ക് നായനോട് വരെ വല്ലാത്ത വെറുപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ വെച്ച് വരുത്തുന്ന കുറേ ഈ വികൃത മനോഭാവമുള്ള കുറേ ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഇയാൾ. ഇസ്ലാമിക വിമർശനം അള്ളാഹു നന്നായി കൊടുക്കട്ടെ എല്ലാവരെയും ദ്വാരക്കുക. പക്ഷേ വിഷയമറിയാതെ സംസാരിക്കുന്ന ആളുകൾ. ഹബീബാ നബി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, ഇന്നലനാ ഫിൽ ബഹാഇമി അജ്റാ. ഓ ഹബീബായ നബിയേ ഞങ്ങൾക്ക് ഈ നാൽക്കാലികളിൽ പ്രതിഫലമുണ്ടോ? തങ്ങളെ മറുപടി എന്താണ്? ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്റാ. ഓ സഹാബാ എല്ലാ പച്ചയായ കബദിലും എല്ലാ പച്ചയായ കരൾ കഷ്ണത്തിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് സഹാബ. എല്ലാ പച്ചയായ മനുഷ്യരിലും ജീവജാലങ്ങളിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് സഹാബ. സദഖ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത്രയധികം സുന്ദരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അതുപോലെ തന്നെ മറ്റുള്ള സഹജീവി ധർമ്മങ്ങളെ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക കാഴ്ചപ്പാടുകളെയും ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെയുമാണ് ഇവർ ഇല്ലാ കഥകളും അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത്. അതേസമയത്ത് ഇവർ ഇങ്ങനത്തെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കെടുക്കൂല, ഒരാളെയും സഹായിക്കുകയില്ല, ഒരു സ്ഥലത്ത് ഇവരെ കാണുകയുമില്ല. ഏതെങ്കിലും സ്ഥലത്തിരുന്നിട്ട് ഇവർ ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ അയച്ചോളൂ. ഇത് മാത്രമേ ഇവരുടെ പരിപാടിയുള്ളൂ. അതുകൊണ്ട് ഇവരെ കരുതിയിരിക്കണം. ഇവരുടെ എല്ലാ ഫിത്നകൾ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് അദ്ദേഹത്തിൻ്റെ തലക്കിട്ട് കൊട്ടിയ മണ്ടക്കിട്ട് മേടിയ 3-ാമത്തെ ആയത്ത്. ഇതിലിപ്പോൾ നമ്മൾക്ക് വല്ലാത്തൊരു ഇയാൾ പറഞ്ഞു കേട്ടപ്പോൾ രോഷം ആളിക്കത്താൻ മാത്രം നമ്മളാരും കണ്ടിട്ടില്ല. ഇനി അടുത്തതിലാണ് നമ്മൾ കാണുക. അടുത്തതിൽ ഭയങ്കര രോഷമായിരിക്കും. അതാണ് ഒരാൾ പറഞ്ഞില്ല ഇതല്ല, പിന്നെ അതാണ് ഞാൻ കുടിച്ചത്, അതുപോലെ ഇതല്ല, അത് അടുത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.